ഞാൻ ഈ വെയിറ്റും ചെയ്തിരിക്കുന്നത് നാഷണൽ എക്സ്പ്രസ്സിന് വേണ്ടിയിട്ടാണ്, എൻ്റെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പിന് വേണ്ടി. അങ്ങനെ ബസ് വന്നു, എയർപോർട്ടിൽ വന്ന് ചെക്ക് എല്ലാം ചെയ്തപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ഡിലേ ആണെന്നുള്ളത്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് എൻജോയ് ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നെങ്കിലും അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. നമ്മൾ ഈ പ്രാവശ്യം അൽബേനിയയ്ക്കായിരുന്നു. ആൻഡ് കൂടുതൽ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കൂടുതൽ വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഞങ്ങൾ വണ്ടി റെൻറ്റിനെടുത്തു. കാരണം ഞങ്ങൾക്കൊരു 7 ഡേയ്സിലെ ട്രിപ്പാണ്, ഒരു ഓൾമോസ്റ്റ് ഒരു 1 വീക്കിലെ ട്രിപ്പ് ആയതുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് വണ്ടി റെൻറ്റിന് എടുക്കുമായതുകൊണ്ട് ഞങ്ങൾ ഒരു വണ്ടി റെൻറ്റിനെടുത്തു. ഒരു 7 സീറ്റർ ആയിട്ട് വണ്ടി റെൻറ്റിനെടുത്തിട്ട് ഞങ്ങൾ ഇറ്റ് വാസ് അറൗണ്ട് UK പൗണ്ട് റേറ്റിൽ പറയുവാണെങ്കിൽ അറൗണ്ട് ഡെപ്പോസിറ്റോടെ കൂട്ടി £650 ഐ തിങ്ക്. എന്നിട്ട് ഞങ്ങളിപ്പോൾ നേരെ ഞങ്ങൾ എടുത്തേക്കുന്ന റെൻറ്റിനെടുത്തേക്കുന്ന ജസ്റ്റ് ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന വീട്ടിൽ വന്നേക്കുവാണ്. ആൻഡ് ഇത് Booking.com വഴി ബുക്ക് ചെയ്തിട്ട് അറൗണ്ട് ഐ തിങ്ക് ഇറ്റ്സ് £57 എന്തോ ആയതുള്ളൂ. ജസ്റ്റ് വന്നോളൂ. ഇനി ഫ്രഷ് ആവണം, ബാക്കി കാര്യങ്ങൾ വേണ്ടി പുറത്തൊക്കെ വേണം. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ജേർണിയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് പിന്നെ കുറച്ച് പുറത്തൊക്കെ ഒന്ന് പോയി നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് വന്ന് റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ചിട്ട് കിടന്ന് തുടങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് റെഡിയായി. ഇനി ഇവിടുന്ന് ടിരാനയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ടിരാനയിൽ നിന്ന് നമ്മൾ ഡ്യൂറസിലോട്ട് ഇന്ന് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. UKയിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സാധനം എന്ന് പറയുന്നത് ബീച്ചായിരുന്നു. ആ ഒരു സങ്കടം ഇപ്പോൾ ഇവിടെ അൽബേനിയയിൽ വന്നപ്പോൾ മാറി കിട്ടിയിട്ടുണ്ട് എന്തായാലും. അപ്പം നമ്മൾ ബീച്ച് വൈബൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ബേറത്തിലുള്ള കാസ്റ്റിൽ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ഇത്രയും ഭംഗിയുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അന്ന് മനസ്സിലായത്. എന്നിട്ട് നേരെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കാസ്റ്റിൽ കാണാനായിട്ട് പോയി. ഒത്തിരി നടക്കാനായിരുന്നു. അതൊരു കുന്നിൻ്റെ മേളിലുണ്ടാക്കുന്നത്. അത് ഫുള്ള് നമ്മൾ നടന്നു കയറി. ഇൻറ്റീരിയേഴ്സ് അകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും വളരെ നല്ല വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറേ നടക്കാനുണ്ടെങ്കിലും ബട്ട് അറ്റ് ലാസ്റ്റ് ആ വ്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടോ. ഇറ്റ് വാസ് അമേസിങ്. അങ്ങനെ കാസ്റ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ സ്ഥിരം പരിപാടി തുടങ്ങി വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എടുക്കൽ. കാസ്റ്റിനുള്ളിൽ വെച്ച് കണ്ടൊരു പട്ടിയാണ്. ഞാൻ കുറേ വിളിച്ചു നോക്കി, പക്ഷേ എന്താ ചെയ്യാനാണ്, അവനൊരു മൈൻഡ് പോലും തന്നില്ല. പിന്നെ വെറുതെ എന്തിനാ അതിനെ ചുറിഞ്ഞ് അതിൻ്റെ നിന്ന് കടി വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടിട്ട് ഞാൻ ബാക്കി കാഴ്ചകൾ കാണാൻ പോയി. അങ്ങനെ ഞങ്ങൾ കാസ്റ്റിലൊക്കെ കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയുള്ള വഴികളിലൂടെ നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. അതിൻ്റെ ഇടയിൽ ആ വഴിക്കിടയിൽ അവരൊരു കടയിട്ടേക്കുന്നു. ബട്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ള, അതായത് ടൂറിസ്റ്റിന് വരുമ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞിക്കട. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ആ സ്പോട്ടിലെത്തി. ഈ ഒരു ചർച്ചിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാസ്റ്റിനുള്ളിൽ കയറിയത് തന്നെ. ഭയങ്കര ഭംഗിയെന്ന് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ മാനേജ് ടു ഗെറ്റ് സം വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഫ്രം ദേർ. വർഷങ്ങൾക്ക് മുൻപേ അവർ യൂസ് ചെയ്തിരുന്ന കാസയും പീലാസയും പിന്നെ അവിടുത്തെ പെയിൻറ്റിങ്സും ബൈബിള്, ബുക്സ് എല്ലാം കാണുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. മേ ബി ഞാൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു പ്ലേസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയത്.
അങ്ങനെ അവിടെ നിന്നിറങ്ങി കുറേ ദൂരം നടന്ന് വീണ്ടും കുറേ കാര്യങ്ങൾ അവിടെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് അവിടെ നിന്ന് ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ടായിരുന്നു. ആ ഷോപ്പിൽ നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ കാസ്റ്റിൽ മുഴുവൻ കറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബേറത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലോട്ടാണ്. ബേറത്ത്, എ ടൗൺ ഓഫ് തൗസൻഡ്സ് ഓഫ് വിൻഡോസ്. ഈ ഒരു സിറ്റീനെ ഏറ്റവും കൂടുതൽ മനോഹരിതമാക്കുന്നത് അവിടുത്തെ ഈ നൈറ്റ് വ്യൂ തന്നെയാണ്. ആൻഡ് എസ്പെഷ്യലി ദാറ്റ് വിൻഡോസ് ആൻഡ് ദർ ആർക്കിടെക്ചർ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ നൈറ്റിലെ ആ പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് നടന്നു വന്നപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലും കുറച്ച് ഫുട്ബോൾ ഭ്രാന്തന്മാരുള്ളതുകൊണ്ട് അവിടെ അവരുടെ കൂടെ കളിക്കാൻ കൂടി. ബട്ട് അവരെക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ആ ഗോൾ കീപ്പറായ പെൺകുച്ചിനെയാണ്. ആൻഡ് ദിസ് ബ്രിഡ്ജ് ഈസ് നോൺ ആസ് ഗുറേക്ക ബ്രിഡ്ജ്. ബേറത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണിത്. ആക്ച്വലി 1780s വുഡ് വെച്ച് പ്രിപ്പയർ ചെയ്ത് പിന്നെ 1920s സ്റ്റോണിലോട്ട് റിനോവേറ്റ് ചെയ്ത ബ്രിഡ്ജാണിത്. അങ്ങനെ ബേറത്തിലെ നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് സെക്കൻഡ് ഡേ ഇവിടെ ഫിനിഷ് ചെയ്യണം. നേരെ റൂമിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ട്രാവലിംഗ് വ്ലോഗ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. So please forgive the mistakes and stay tuned for the part 2. Thank you for watching.